ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ ഇന്നലെ അതിട്ടത്. പിന്നെ ഇന്ന് ഞാൻ ഒരു സിമ്പിൾ തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ പോണത്. തക്കാളി കറി എല്ലാവർക്കും വയ്ക്കാൻ അറിയാം, എന്നാലും ഞാനൊന്ന് ഇട്ട് കാണിക്കുന്നതാണ്. ആദ്യം സവാള, ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, 2 പച്ചമുളക്, തക്കാളിക്ക, ഇഞ്ചി, കറിവേപ്പില, പിന്നെ കുരുമുളക്. പൊടിയുള്ളവർക്ക് പൊടിയാണ് നല്ലത്, ഇതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചതച്ചെടുത്തതേ ഉള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ്. പിന്നെ ഗരം മസാല, ഇതെല്ലാമാണ് ഉപയോഗിക്കാറുള്ളത്. കുറച്ച് തക്കാളി കറിക്ക് എപ്പോഴും എണ്ണ ഇത്തിരി കൂടുതൽ വേണം, എങ്കിലേ കൊള്ളാം. കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില. നല്ല ചുമന്ന് വരണം, എന്നാലേ കൊള്ളാവും. അല്ലാതെ ഉള്ളിയിലെ പച്ച ചവ വരും. ചുമന്ന ശകലം സവാള നല്ല ചുമന്നിട്ട് ഉപ്പിടാവും, അല്ലെങ്കിൽ സവാള കല്ലിച്ചിടാം. തക്കാളിക്ക് കുരുമുളക് പൊടി, ചൂടുവെള്ളമാണ് തക്കാളി കറിക്ക് ചേർക്കാനുള്ളത്. നമ്മളങ്ങനെയാണ് ചേർക്കില്ല, എല്ലാവരും എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. മഞ്ഞൾപ്പൊടി ഇടണം, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിനിടെ. എരി വേണ്ടാത്തവർക്ക് കുറച്ച്, എരിയുള്ളവർക്ക് കൂടുതൽ. നമുക്ക് ഇത്തിരി എരി വേണം, അതുകൊണ്ടാണ് ഇത്ര ഇട്ടത്. കുറച്ച് സിമ്പിൾ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, കുറച്ച് സമയമേ ഉള്ളൂ. റെഡി ആയിട്ടുണ്ട് തക്കാളി കറി. എൻ്റെ തക്കാളി കറി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക.